പട്ടണം ചുറ്റി കറങ്ങും പാട്ടുകാരിയാണു ഞാൻ. പിച്ച തെണ്ടാൻ ഭൂമിയിൽ പിറന്നു വീണതാണു ഞാൻ. പട്ടിണി കിടന്നു ഞാനൻ ഒട്ടിയ വയറുമായി. പട്ടിയെ പോലെ അലഞ്ഞതോർമ്മയിൽ ഒരോളമായി. മാവൂർ മീഡിയ പ്രേക്ഷകർക്ക് സ്വാഗതം. മൂവാറ്റുപുഴയിൽ യൂസുഫ് PB എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരനായ ഒരു കച്ചവടക്കാരൻ, ചാവക്കാട് ഭാഗത്ത് നിന്നൊക്കെ ഗൾഫ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. തൻ്റെ മകൾ, അവളെ VM കുട്ടിയുടെ ട്രൂപ്പിൽ ഒരു പാട്ടുകാരിയാക്കി മാറ്റുക എന്നുള്ള ഒരു സ്വപ്നം തൻ്റെ കൂട്ടുകാരോടൊക്കെ പറയാറുണ്ടായിരുന്നു. ആ സ്വപ്നം പൂവണിമോ എന്ന് ഒരിക്കൽ പോലും അദ്ദേഹം നിലച്ചിരുന്നില്ല. യൂസുഫ് ഖായുടെ ഒരു സ്വഭാവം, അദ്ദേഹം വാങ്ങിക്കൊണ്ടുവരുന്ന കച്ചവട സാധനങ്ങളിൽ ഏറ്റവും നല്ലത് തൻ്റെ വീട്ടിൽ വെക്കും. പ്രധാനമായും പാട്ട് കേൾക്കാൻ സൗകര്യമുള്ള റേഡിയോ അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡർ. ഈ ടേപ്പിൽ നിന്നും കേൾക്കുന്ന പാട്ട് കേട്ട് വളരുന്ന തൻ്റെ കുട്ടി ഒരു പാട്ടുകാരിയായി മാറണമെന്ന് അദ്ദേഹത്തിന് വളരെ മോഹമുണ്ടായിരുന്നു. പക്ഷേ യൂസുഫ് ഖാക്ക് പിന്നീട് തൻ്റെ മോൾ ജൈത്രയാത്ര, തൻ്റെ സ്വരപടയോട്ടം അല്ലെങ്കിൽ സ്വരം കൊണ്ട് പടയോട്ടം നടത്തിയ തൻ്റെ മകളുടെ ഈ ജൈത്രയാത്ര കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരുന്നില്ല. യൂസുഫ് ഖായുടെ ആ മോളാണ് ഇന്ന് മാവൂർ മീഡിയയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്. അത് മറ്റാരുമല്ല, ഒരു കാലത്ത് VM കുട്ടിയുടെ ട്രൂപ്പിൽ നിസമോൾ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ ആ ഒരു ചെറിയൊരു കുട്ടി, 10ാം ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെച്ച എന്ന് പറയാവുന്ന ആ കൗമാരപ്രായത്തിലുള്ള ആ കുട്ടി, അവളുടെ ജീവിതം പറയുന്ന ഒരു പരിപാടിയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നിസമോൾ മൂവാറ്റുപുഴ, മാവൂർ മീഡിയയിലേക്ക് നിറഞ്ഞ സ്വാഗതം. എങ്ങനെയാണ് VM കുട്ടി മാഷ് ട്രൂപ്പിലേക്ക്, VM കുട്ടി മാഷ് ഉള്ളത് മലബാർ ഏരിയയിലും നിങ്ങളുള്ളത് മൂവാറ്റുപുഴയിലും, എങ്ങനെയാണ് മൂവാറ്റുപുഴയിൽ നിന്നും ഒരു കുട്ടി മാഷ ട്രൂപ്പിലേക്ക് എത്തിപ്പെട്ടത്? അത് അവിചാരിതമായിട്ടാണ്. ഞാന് ചെറുപ്പം മുതലേ പാടും. അപ്പോ കേരള സംഗീത നാടക അക്കാദമിയുടെ ഒരു മത്സരം നടന്നിരുന്നു. അപ്പോ മൂവാറ്റുപുഴയിൽ വെച്ചൊരു മത്സരം ഉണ്ടായി. അതിൽ ഫസ്റ്റ് ഞാനായിരുന്നു. എറണാകുളം ജില്ലയിലേക്ക് പോയി, അവിടെ ഞാൻ ഫസ്റ്റ് ആയിരുന്നു. പിന്നെ സ്റ്റേറ്റ് ആണ് നടക്കുന്നത്, അത് കാസർഗോഡ് വെച്ചിട്ടാണ്. ഉബൈദ് മെമ്മോറിയൽ, അങ്ങനെ ഒരു സ്റ്റേജ് ഒക്കെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അവിടെ വെച്ച് ആ മത്സരം നടക്കുമ്പോൾ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് ഞാനാണ് അവിടുന്ന് മത്സരിക്കാനെത്തിയത്. ആ സമയത്ത് ആ മത്സരത്തിൽ ഞാനാണ് ഫസ്റ്റ് പ്രൈസ്. പെൺകുട്ടികളിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ്, ആൺകുട്ടികളിൽ ഇന്നത്തെ MA ഗഫൂർ, അവനും എൻ്റെ ഒപ്പം തന്നെ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറിയൊരു പയ്യൻ. അങ്ങനെ MA ഗഫൂറിനെ അന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഞങ്ങളെ രണ്ടുപേരെയും അന്നത്തെ മീഡിയാസ് വന്ന് ഫോട്ടോ എടുക്കുകയും പത്രക്കാർ വന്ന് ഇന്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് MA ഗഫൂർ, ഞാൻ മൂവാറ്റുപുഴ നിസാമോൾ, ഇത് പത്രത്തിൽ വരികയും ഞങ്ങളുടെ നാട്ടിലുള്ള മൈദീൻ പിള്ള എന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഈ മാപ്പിളപ്പാട്ട് തീരെ അറിയാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് മാപ്പിളപ്പാട്ട് മനസ്സിലാക്കി തരുന്നതും പഠിപ്പിക്കുന്നതും ഈ മൈദീൻ പിള്ളക്കാണ്. മൈദീൻ പിള്ളക്ക ഈ ഫോട്ടോ വന്നതിന് ശേഷം ഈ ഫോട്ടോ കൊണ്ടുപോയി VM കുട്ടി മാഷ കാണിക്കുകയാണ്. അപ്പോ മാഷ് ഈ മത്സരങ്ങൾ നടക്കുമ്പോഴൊക്കെ പത്രങ്ങളിൽ കാണാറുണ്ട്. അപ്പൊ മാഷ് പറഞ്ഞു, ഞാൻ ഇത് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയെ ഒന്ന് കൊണ്ടുപോയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോയിൻകുട്ടി വൈദ്യർ സ്മാരകം ആ സമയത്ത് തറക്കല്ലിടുന്ന സമയമാണ്. അപ്പോ ആ ഒരു സ്റ്റേജിലെ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിക്കുകയും ഞാനും ഈ മൈദീൻ പിള്ളയ്ക്കയും എൻ്റെ സഹോദരനും കൂടിയിട്ട് ഞങ്ങള് മാഷ വീട്ടിൽ ദാറുസലാമിലേക്ക് എത്തുകയും, കൊണ്ടോട്ടിയിലെ ഫസ്റ്റ് സ്റ്റേജ് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഓർക്കസ്ട്രയില് പാടുന്നത്. എനിക്ക് ഓർക്കസ്ട്ര ഒന്നും തീരെ പരിചയമില്ല. ഇങ്ങനെ സ്കൂൾ പരിപാടികൾക്ക് കയറി പാടുക എന്നല്ലാതെ ഓർക്കസ്ട്രയില് വീട്ടിൽ വെച്ച് ചെറിയൊരു റിഹേഴ്സൽ തന്നു. ഒന്ന് ശ്രുതിയൊക്കെ നോക്കി അങ്ങനെ പുറപ്പെട്ട ബുജാഹിൽ എന്ന പാട്ട് ഞാൻ അവിടെ പാടിയപ്പോ പ്രേക്ഷകരും നല്ല സപ്പോർട്ടായിരുന്നു, നല്ല കയ്യടി, അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ മാഷ് പറഞ്ഞു, അടുത്ത പരിപാടി മുതൽ നിസാമോള് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ട്രൂപ്പിൽ സഹകരിക്കാം. അങ്ങനെയാണ് VM കുട്ടി മാഷ ട്രൂപ്പിൽ
ഞാൻ അന്ന് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. 10ാം ക്ലാസ്സിലെ എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ മാഷ് വിളിക്കാന്ന് കേട്ടപ്പോ മാഷ ട്രൂപ്പിൽ കിട്ടൂന്നുള്ള ഒരു പ്രതീക്ഷയിലൊന്നും അല്ല പോയത്. പക്ഷെ മാഷ ട്രൂപ്പിൽ കിട്ടി എന്നറിഞ്ഞപ്പോ പിന്നെ പിറ്റേ ദിവസം അന്ന് അവിടെ നിന്നു. പിറ്റേന്നാണ് ഞങ്ങൾ പോരുന്നത്. അപ്പൊ മാഷ് പറഞ്ഞു, കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ പാസ്പോർട്ട് എടുക്കണം, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഗൾഫ് പ്രോഗ്രാം ഉണ്ട്, അപ്പൊ നിസാമോൾക്കും കൂടി ഞങ്ങളെ കൂടെ വരാം എന്ന് പറഞ്ഞു. പിന്നെ SSLC വേണം, പാട്ട് വേണം. പാട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു അവസരത്തിലൊക്കെ എനിക്കുണ്ടായ സന്തോഷം. പക്ഷെ ഈ ഒരു അവസരത്തില് മാഷ് പിരിഞ്ഞ ഈ ഒരു അവസരം എന്താ പറയാന്ന് എനിക്കറിയില്ല. വികാരം വരുന്നുണ്ട്. മാഷ് അങ്ങനെ തന്നെയാണ്. മാഷ് വളർന്നു വരുന്ന കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് പാട്ടിലുള്ള ആളുകൾക്കൊക്കെ തന്നെയും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നിസമോളൊക്കെ തന്നെയും ആ കാലത്ത് സംഗീതം പഠിച്ചിട്ടൊന്നും ആയിരിക്കില്ല, വെറും ശബ്ദ സൗകുമാര്യം, പാടാനുള്ള കഴിവുകൾ മാത്രം. നമ്മുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി തന്ന് പിന്നെ ചെന്ന പരിപാടിക്ക് ഞാൻ കാണുന്നത് വലിയ 2 മ്യൂസിക് ഡയറക്ടർമാരെയാണ്. ഇവരുടെ മുന്നിൽ എന്നെ ഇരുത്തി ശ്രുതി ഒന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ സ്കൂളിലൊന്നും പാടുന്നത്. വരുന്ന ശബ്ദം ഉയർത്തി പാടുക എന്നേ നമ്മൾ കേട്ടിട്ടുള്ളൂ സ്കൂളില്. ഒച്ചത്തി പാടിക്കുന്ന ടീച്ചേഴ്സ് പറയും. പക്ഷെ ഈ ശ്രുതി താളം പിന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. ഈ ശ്രുതി ഇത്ര കട്ടയ്ക്ക് പാടുക എന്നൊക്കെ ഉള്ളത് ഈ കൃഷ്ണേട്ടനും മാഷും പിന്നെ പാഷാബായി ഒക്കെ കൂടിയിട്ടാണ് ഇത് പഠിപ്പിച്ചു തരുന്നതും പാടിപ്പിക്കുന്നതും. പക്ഷെ മാഷ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. താഴെ ഒരു ശ്രുതിയിലായിരുന്നു പാടി നമ്മളൊരു സംസാരിക്കുന്ന, പക്ഷെ അതിൽ നിന്നും 2ലേക്കും 3ലേക്കും ഒക്കെ പാടിപ്പിക്കാൻ വേണ്ടി മാഷ് എന്നും. അപ്പൊ ആ സമയത്ത് ഇത്ര ദൂരം ഉള്ളത് കൊണ്ടും ഞങ്ങള് മൂവാറ്റുപുഴയെന്ന് ആയ കാരണം ഈ ദാറുസലാമിൽ തന്നെ നിൽക്കും. ഇപ്പൊ ഇന്നൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാമെങ്കിൽ വീട്ടിലേക്ക് പോവില്ല. വീട്ടിലേക്ക് പോകാതെ മാഷ വീട്ടിൽ തന്നെ നിന്ന് അവിടെ നിന്ന് മൊത്തം പാട്ടുകളൊക്കെ പഠിച്ച്, അപ്പോഴാണ് കുറേ മാപ്പിളപ്പാട്ടുകൾ, കണ്ടമാനം മാപ്പിളപ്പാട്ടുകളുടെ പുസ്തകങ്ങൾ മാഷ വീട്ടിലുണ്ട്. അതിൽ നിന്നും ഓരോരോ പാട്ടുകളും അതിന്റെ പുതിയ പുതിയ ട്യൂണുകളും ഒക്കെ. അന്ന് മുക്കം സാജിദയൊക്കെ ഉണ്ട്, അവരൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മാപ്പിളപ്പാട്ടുകൾ പഠിക്കാനും. അന്ന് ആദ്യത്തിലൊക്കെ ഞാൻ മുക്കം സാജിദയൊക്കെ പാടുന്ന പാട്ടിന് ഇങ്ങനെ കോറസ് പാടി കൊടുക്കുമായിരുന്നു. എനിക്ക് ആകെ അറിയാവുന്നത് ഒരു പുറപ്പെട്ട അബുജാഹിൽ എന്ന പാട്ടാണ്. പിന്നെ ഞാൻ പാടുക തങ്കത്തോണി എന്ന സിനിമ പാട്ട് സ്റ്റേജിൽ പാടുന്നു. ഇപ്പൊ നിസാമോൾ എന്ന് പറഞ്ഞിട്ട് പ്രസന്റ് ചെയ്യാന് ഒരു പുറപ്പെട്ട അബുജാഹിൽ അറിയാം, പിന്നെ തങ്കത്തോണി പാടും. പിന്നെ ആർട്ടിസ്റ്റുകള് ഹിന്ദി പാട്ടുകളും തമിഴ് പാട്ടുകളും ഡുയിറ്റ് പാടുമ്പോഴൊക്കെ അവരുടെ കൂടെ വസന്തേട്ടന്റെ കൂടെ ഹിന്ദി പാടുക, പ്രഭാരേട്ടന്റെ കൂടെ തമിഴിന് പാടുക, അങ്ങനെയൊക്കെയായിരുന്നു മാഷ് ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന പാട്ട് ഏതായിരുന്നു? ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുക്കം സാജിദ മാഷ ട്രൂപ്പ് വിട്ടു. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാനായി. മാഷ കൂടെ ഉണ്ടായിരുന്നു പോയ സമയത്ത്. ചെന്ന സമയത്ത് സാജിദ ഉണ്ട്. ഒരു 90 പകുതിയൊക്കെ കഴിഞ്ഞ് ഒരു 6 മാസമോ 8 മാസമോ ഒക്കെ ഉണ്ടാവുള്ളൂ സാജി. അത് കഴിഞ്ഞപ്പോ സാജി പോയി. പിന്നെ ഞാനാണ് ട്രൂപ്പിൽ നിന്ന് നയിക്കുന്നത്. അപ്പൊ ഞങ്ങള് സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങുക എന്ന് പറയുന്നത് ഫസ്റ്റ് മാഷ് ചെന്ന് പ്രസന്റ് ചെയ്ത് തബല വടകര രാമകൃഷ്ണൻ അങ്ങനെ പറഞ്ഞ് നമ്മളെ ആർട്ടിസ്റ്റുകൾ മൊത്തം പറഞ്ഞ് ചാന്തുഭാഷ വരെ എത്തി. ഞാൻ ചെന്നിട്ട് പറയും, സംഘത്തെ നയിക്കുന്നത് ഹാജി VM കുട്ടി. അതോടുകൂടി പിന്നെ ഭക്തിഗാനം മൂവാറ്റുപുഴ നിസാമോൾ എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ 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 ആലം മാടങ്കൽ അമിതരഹ്മാനെ അടിയങ്ങൾ കാലമ്പ മേകുന്നോനെ. ഈ ഒരു ഭക്തിഗാനത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഗാനമേള തുടങ്ങുക. ഇതിൽ ഞാൻ മാസ്റ്റർ പീസ് ആയിട്ട് പാടുന്നത് നാവൂർ അനീഫയുടെ ഒരു തമിഴ് ഭക്തിഗാനം. എനിക്ക് നമ്മളെ റംലത്ത ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നൊരു സമയത്ത് റംലത്ത പഠിപ്പിച്ചു തന്നതാണ് എനിക്ക് ആ പാട്ട്. അത് മരുതമലൈ മാമുനിയേ മുരുകയ്യ, ആ പാട്ടിന്റെ അതേ ടൂണിൽ ഒരു മുസ്ലിം ഭക്തിഗാനായിരുന്നു. ഏട് സകലതിലും പാടി വരും വെവുലകം
ഏഴികളും പാപികളും നാവലുடன் வாழ்த்திடுவார். நாடிடுவோர் கேதமெல்லாம் கேட்பவனே ராகிமும் நீ. மன்னாதி மன்னரெல்லாம் பேணிடுவான் ராசிக்கும் நீ. ஆ ராசிக்கும் ராகிமும் நீ. கருணையெழும் பொருள்மதியே யா அல்லாஹ். காயமும் புவி வாழ்த்தும் നീ അല്ലാഹ്. കരുണയെഴും പൊരുൾമതിയേ യാ അല്ലാഹ്. ഇതായിരുന്നു എന്റെ എല്ലാ സ്റ്റേജിലും മാസ്റ്റർ പീസ് ഗാനം. അന്നത്തെ കാലത്ത് നിസമോൾ എനിക്ക് ഓർമ്മയുണ്ട്. നിസമോൾ അന്നൊരു 10ാം ക്ലാസ്സിൽ ചെറിയൊരു കുട്ടിയാണ്. ഒരു ചെറിയ പാവാടൊക്കെ എടുത്ത് മീഡിയം ടോപ്പ് ഒക്കെ എടുത്ത് ആ സമയത്ത് മലബാർ ഏരിയയിൽ പ്രത്യേകിച്ചും ഇങ്ങനെ മുസ്ലിം പെൺകുട്ടികളെ തട്ടിടാതെ അല്ലെങ്കിൽ മീഡിയം ടോപ്പ് ഒക്കെ ഇട്ട് ചെറിയ പാവാടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്. ആ രീതിയിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സ്റ്റേജിൽ നിന്നൊക്കെ? സ്റ്റേജില് മലബാർ ഏരിയയില് വരുമ്പോ സ്റ്റേജിൽ നിന്ന് പ്രശ്നങ്ങളല്ല, എന്നാലും ഓഡിയൻസിന്റെ ഇഷ്ടം കൊണ്ടായിരിക്കും നിസമോളെ തട്ടോടെന്ന് വിളിച്ചു പറയുമായിരുന്നു. അപ്പോ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഞാൻ വരുന്ന സമയത്തൊന്നും തട്ടൊന്നും ഇട്ടിട്ടില്ല. ആ സമയത്ത് തട്ടൊന്നും ഇടാതെയാണ് ഞാൻ വരുന്നത്. പക്ഷെ പിന്നീട് ഈ മലബാർ ഏരിയയിലാണ് ഞങ്ങൾക്ക് കൂടുതൽ പ്രോഗ്രാം. അപ്പൊ പിന്നെ ഞാൻ കുറേശ്ശെ തട്ടൊക്കെ ഇട്ട്. ഓക്കെ. അപ്പൊ ആ സമയത്ത് താമസം മാഷ വീട്ടിൽ തന്നെയാണ്? മാഷ വീട്ടിൽ തന്നെയാണ് കൂടുതലും നിൽക്കുക. പിന്നെ വീൻകുട്ടി മാഷ കൂടെ ഗൾഫിൽ പ്രോഗ്രാം ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ആ അനുഭവങ്ങളൊക്കെ ആരൊക്കെ കൂടെയാണ് പാടാറുണ്ടായിരുന്നത്? നിങ്ങൾ ട്രൂപ്പിൽ കാര്യമായിട്ടുണ്ടാവുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു? അന്ന് ഫസ്റ്റ് ട്രിപ്പ് പോകുന്നത് ഞാന്, റംലത്ത, ഇഷ്റത്ത് സബാഹ് എന്ന് പറയുന്ന ആ കുട്ടി. വണ്ടൂര് സബാഹ് മാഷിന്റെ മകള്. അങ്ങനെ ഞങ്ങൾ 3 പേരുമാണ് ഗായകര്. ഒരു ഫൗസിയ സുൽത്താൻ ബത്തേരി. അങ്ങനെ 4 പേരും കൂടിയിട്ടാണ്. ഫീമെയിൽസ് ഞങ്ങൾ 4 ഉള്ളൂ. ഓർക്കസ്ട്ര കോഴിക്കോട് ഹരിദാസ് ഏട്ടൻ, വടകര രാമകൃഷ്ണേട്ടൻ, അങ്ങനെ ജോയി ഏട്ടൻ. അങ്ങനെ വലിയൊരു സന്നാഹം തന്നെയായിരുന്നു ഓർക്കസ്ട്ര. അപ്പൊ അന്ന് ഗാനമേള നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല ആ സമയങ്ങളിലാണ് പിന്നീട് കാസറ്റുകൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുള്ളത്. അന്ന് ഒരുപാട് കാസറ്റുകളിൽ പാടിയിട്ടുണ്ടാവും. കാസറ്റുകളിൽ പാടിയിട്ടുണ്ട്. മാഷ കാസറ്റുകൾ തന്നെയാണ് കൂടുതൽ പാടിയിരിക്കുന്നത്. പിന്നെ കുറച്ച് പുറത്തും പാടിയിട്ടുണ്ട്. അത് മാഷടുത്തൊന്ന് വിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ഫസ്റ്റ് ഞാന് സ്റ്റുഡിയോ കാണുന്നതും സ്റ്റുഡിയോയും എന്റെ ആദ്യത്തെ അനുഭവം മാഷെടുത്തെന്ന് തന്നെയാണ്. കാരണം എനിക്കറിയില്ല സ്റ്റുഡിയോയിൽ ഇങ്ങനെ റെക്കോർഡിംഗ് ഒന്നും, ഇയർഫോൺ വെക്കുന്നതും മൈക്കിന്റെ മുന്നിൽ നിൽക്കുന്നതും ആ ഒരു ഗ്ലാസ് ഇട്ട കൂടും, ഇതൊന്നും എനിക്ക് എന്റെ അനുഭവത്തിലുള്ളതല്ല. അങ്ങനെ ഫസ്റ്റ് പ്രേം സൂറത്ത് എഴുതി ഭാഷാബായി അതിനു വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തി തന്ന പ്രേം സൂറത്തിന്റെ ഒരു ഗാനം ആണ് ഞാൻ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ആ റെക്കോർഡിംഗ് അനുഭവം ടേക്ക് എടുത്തു? ഒരു 2-3 ടേക്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. കാരണം ചില സ്ഥലങ്ങളില് വെള്ളി വീഴുക, പക്ഷെ അതൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ. പക്ഷെ സ്റ്റുഡിയോയിലാവുമ്പോ അതെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ. എന്നാലും അധികം ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. സിമ്പിൾ ആയിരുന്നു. ഏതായിരുന്നു പാട്ട്? അത് ബിസ്മിയും ഹംദും പുകഴ് ചൊരിയുന്നു റഹ്മാനേ, ബീരിധർമ്മിൽ സ്വലാത്തു മുരത്തിടേ ഞാനേ, ആലമടങ്കലമീത്തറഹുമത്തിനുറവ് കനിഞ്ഞോനേ. അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടായിരുന്നു. സോളോ ആയിരുന്നു. പിന്നീട് പാടിയ പാട്ടുകള് പിന്നെ ആ കാസറ്റിൽ തന്നെ പിന്നെ എനിക്ക് കിട്ടിയത് മറ്റേ അഖില പ്രവാചകര, അതൊരു കോറസോട് കൂടിയിട്ടൊരു പാട്ടായിരുന്നു. അത് ലീഡ് ചെയ്ത് ഞാൻ പാടുക, കോറസും ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുറെ പാട്ടുകൾ പാടി. അതില് ഹിറ്റായ ഒരു പാട്ടാണ് നമസ്കാര വിരിപ്പിൽ മുഖമമർത്തി നടുങ്ങുന്നു കരയുന്നു കൽബുണർത്തി, ഇടനെഞ്ചിൽ തുടി കൊട്ടി പാടി പാടി ഇതുവരെ ഇവിടെ നാം എന്ത് നേടി. ആ ഒരു പാട്ട്. പിന്നെ
കുത്തുബുഷുഹദാക്കളിലും ബന്ദാർ, അതും ഞാൻ തന്നെ പാടി റെക്കോർഡ്. ആ പാട്ട് നിസുമോളാണ് ആദ്യമായിട്ട് കാസറ്റിൽ അതെ, പാടിയത്. കാസറ്റിൽ ആദ്യമായിട്ട് പാടുന്നത് ഞാനാണ്. പക്ഷെ യൂട്യൂബ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിസുമോൾ അല്ല, കുറെ ആളുകൾ പാടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പാടിയ മറ്റൊരു പാട്ട് വേറെ ഗായകര് പാടിയതാന്ന് പറഞ്ഞിട്ട്, ഉടയോന്റെ അമറാലെ സൂറിൽ ഇസ്രാഫിൽ ഊതിടും ദിനമല്ലോ ഖിയാമം നാള്, ഇതെന്റെ പാട്ടാണ്. പക്ഷെ അതും മറ്റുള്ള ആൾക്കാര് യൂട്യൂബിൽ പാടിയിട്ടിട്ട് അത് അവരുടെ പാട്ടാണെന്ന് അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ വഴിമാറിപ്പോയ പാട്ടുകളെ കുറിച്ച് ഓർക്കുമ്പോഴേ എന്താ പറയാ, ഞാന് കുറച്ച് മാരേജ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ ആയപ്പോ കുറച്ചൊന്ന് ഫീൽഡിൽ നിന്ന് വിട്ടു നിന്നു. അത് ചോദിക്കാൻ വിട്ടുപോയി. മൂവാറ്റുപുഴക്കാരി ചാവക്കാട് വാപ്പയുടെ ബന്ധമാണോ അതല്ലെങ്കിൽ എങ്ങനെയാണ് ചാവക്കാട് എത്തിപ്പെട്ടത്? പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിസമോൾ മൂവാറ്റുപുഴ ഇപ്പോഴുള്ളത് ചാവക്കാടാണ്. ചാവക്കാട് കരീം എന്ന് പറഞ്ഞ ദുബായിൽ ബിസിനസ് എടുത്ത ഒരാളുടെ സഹധർമ്മിണിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. 3 മക്കളുണ്ട് അല്ലെ? 3 മക്കൾ. അവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഏതായാലും ചാവക്കാട് എത്തിയത് എങ്ങനെയാണ്? ചാവക്കാട് മാഷ് വഴി തന്നെയാണ് എത്തിയത്. വാപ്പ ഇവിടെ ബന്ധമുണ്ടെങ്കിലും ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വാപ്പ മരിച്ചു. ചാവക്കാട് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടുമായിരുന്നു. അന്നൊക്കെ കല്യാണ പരിപാടികൾക്ക് വിജയൻകുട്ടി മാഷ പ്രോഗ്രാം ഇല്ലാതെ ചാവക്കാട് ഒരുവിധം കല്യാണങ്ങളൊന്നും നടന്നിട്ടില്ല. മാത്രമല്ല ചാവക്കാട് ഒരു മിനി ഗൾഫാണ്. മാപ്പിളപ്പാട്ടിന്റെ ആസ്വാദകര് കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ആദ്യമായിട്ട് ഹസ്ബൻഡിനെ പരിചയപ്പെടുന്നത് ഇവരുടെ ഉപ്പാട് ജ്യേഷ്ഠന്റെ മകളുടെ കല്യാണ പരിപാടിക്ക് വേണ്ടിയാണ് വന്നത്. മാഷ കൂടെ. അപ്പൊ ഞങ്ങൾ ഫുൾ ട്രൂപ്പ് ഉണ്ട്. അപ്പോ ഈ 2 ദിവസം ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട്. തലേ ദിവസം പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കിയത് എന്റെ ഹസ്ബൻഡിന്റെ വീട് തന്നെയാണ്. അപ്പോ അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളൊക്കെ ചെയ്ത് പിന്നെ അന്ന് അങ്ങനെ കണ്ടുമുട്ടി. പിന്നെ അതൊരു കല്യാണാലോചനയായിട്ട് വീട്ടിലേക്ക് എത്തിയായിരുന്നു. മാഷ് നിങ്ങളെ ഈ 10ാം ക്ലാസ്സിൽ മാഷ കൂടെ കൂടിയതിനു ശേഷം എനിക്ക് തോന്നുന്നു മാഷാണ് ഒരു പക്ഷെ നിങ്ങളുടെ ബാപ്പയെ പോലെ. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ബന്ധം മരിക്കുന്നത് വരെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഒരു അനുഭവങ്ങളൊന്ന് പറയാൻ പറ്റുമോ? എന്റെ പാട്ടിനപ്പുറമുള്ള ഒരു ബന്ധം ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം പാട്ടില് ഞാൻ വന്ന് എത്തിപ്പെട്ടെങ്കിലും എന്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും, ഇതിപ്പോ മാരേജിന് മുന്നേ ആണെങ്കിലും എന്റെ വീട്ടിൽ എന്ത് ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിലും, ആങ്ങളമാരുടെ മാരേജ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും മാഷോടൊരു ആലോചിക്കുകയായിരുന്നു. പിന്നെ ഇപ്പൊ ലാസ്റ്റ് എന്റെ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പോ അടുത്ത് 2 വർഷം ആവുന്നേ ഉള്ളൂ. ആ സമയത്ത് മാഷക്ക് വലിയ സർജറി ഒക്കെ കഴിഞ്ഞ് തീരെ കെടുപ്പാണ്. പക്ഷെ എന്നാലും കല്യാണം ഞങ്ങൾ വിളിച്ചപ്പോ മാഷ് പറഞ്ഞു ഞാൻ വരും എന്ന് പറഞ്ഞു. പിന്നെ കല്യാണത്തോടെ അടുത്ത ദിവസം കുഞ്ഞിക്കാക്ക, അതായത് മാഷ മൂത്ത മകൻ വിളിച്ചു, ഉപ്പാക്ക എന്തായാലും നിന്റെ കല്യാണത്തിന് വരണം എന്നാ പറയണത്. അപ്പൊ എന്തായാലും ഞങ്ങൾ കൊണ്ടുവരും, കിടന്നിട്ടാണെങ്കിലും ആളെ എത്തും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വണ്ടിയിൽ കിടന്നിട്ടാണ് എത്തിയത്. എത്തുക മാത്രല്ല, ഗാനമേള ഉണ്ടായിരുന്നു. അതില് ഫസ്റ്റ് പാട്ട് 4 വരി മാഷാണ് പാടിയിട്ട് തുടങ്ങിയത്, ഗാനമേള തുടങ്ങിയത്. അവശനായിരിക്കുന്ന അവസരത്തിൽ അതാണ് വിയൻകുട്ടി മാഷ് വളർത്തിക്കൊണ്ടുവന്ന ആളുകളോട് കാണിക്കുന്ന ഒരു സ്നേഹം അത് പറയാതിരിക്കാൻ പറ്റില്ല. മാഷ് ഒരു സാധാ ഒരു കലാകാരനല്ല. കാരണം മാഷ് സാധാരണ കലാകാരന്മാര് പ്രോഗ്രാം കഴിഞ്ഞു പൈസ കൊടുത്തു അവരെ പറഞ്ഞു വിട്ടു. ഇതല്ല. മിക്കതും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് ഞങ്ങള് വിയൻകുട്ടി മാഷ കൂടെ ഉണ്ടായിരുന്നത്. അവരുടെ കല്യാണങ്ങൾക്കാണെങ്കിലും അത് ഇപ്പോഴാണെങ്കിലും അന്നാണെങ്കിലും ഇപ്പോ ഞങ്ങളുടെയൊക്കെ മക്കളുടെ കല്യാണം, അതായത് പാവപ്പെട്ട ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പൊ അതിലൊക്കെ ചിലരൊക്കെ വന്നിട്ട് ഇങ്ങനെ മാഷോട് സഹായം പറയുമ്പോ മാഷിന്റെ മക്കളും അതും പ്രത്യേകം എടുത്തു പറയണം. കാരണം അവരും ഈ ഉപ്പാടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അവരെ എങ്ങനെ സഹായിക്കണോ അതിനൊക്കെ അവർ സപ്പോർട്ടാണ്. ഇപ്പോഴും ആ ഒരു സ്നേഹബന്ധം. ഇപ്പൊ മാഷ് പോയി എങ്കിലും വിയൻകുട്ടി മാഷും അവരുടെ കുടുംബവും ദാറുസലാമും ഒന്നും ഞങ്ങള് വിട്ടുകളയില്ല. ഞങ്ങളുടെ മരണം വരെയും മാഷ മക്കളായിട്ട് ഞങ്ങളെ സ്വന്തം സഹോദരന്മാരായിട്ട് തന്നെയാണ്. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഇത്താത്തയാണെങ്കിലും ഇന്നും ഞങ്ങൾക്ക് ഞങ്ങളെ കുടുംബത്തിലെ എന്റെ ഉപ്പ മരിച്ച ഒരു ഫീല് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക് തന്നെ വരാം. പിന്നീട് 1990 10ാം ക്ലാസ്സിലെ ട്രൂപ്പിലേക്ക് വരികയും ഒരുപാട് വേദികൾ പങ്കിടുകയും കാസറ്റുകൾ പാടുകയൊക്കെ ചെയ്തു. അതിനുശേഷം കല്യാണത്തിന് ശേഷം എങ്ങനെയാണ് ഇതുമായിട്ടുള്ള ഒരു ബന്ധം? കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ആസ്വാദകനാണ്, മാപ്പിളപ്പാട്ട് പ്രത്യേകിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ പാട്ടിൽ നിന്നും ഇങ്ങോട്ട് ഞാൻ തോന്നുന്നു 96 ആകുമ്പോഴേ വിയൻകുട്ടി മാഷ ട്രൂപ്പ് പതിയെ കല്യാണത്തോടു കൂടി വിട്ടു നിന്നിട്ടുണ്ട്. എന്നാലും മാഷ് നല്ല നല്ല പ്രോഗ്രാമുകൾ ഉള്ളപ്പോ വിളിക്കും. ഇന്ന് വലിയൊരു വമ്പൻ പ്രോഗ്രാമാണ്, അപ്പൊ അതുകൊണ്ട് നീ വരൂ എന്ന് പറയുമ്പോ
ഞാനും ചെറിയ മോളുണ്ടായിരുന്നു അന്നേരം, മോളും ഉമ്മയോ ആങ്ങളെ ആരെങ്കിലും ഉണ്ടാവും ഒരാള്. അങ്ങനെ ഞങ്ങള് മാഷ പ്രോഗ്രാമിന് പോകും. അതിനുശേഷം പിന്നെ ഇക്ക ദുബായിലുണ്ടായിരുന്നു. അപ്പോഴാണ് ചാന്തുഭാഷയ്ക്ക്, സ്നേഹപൂർവ്വം ചാന്തുഭാഷയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതില് മൂസക്ക ഉണ്ടായിരുന്നു, റംലത്ത് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കലാകാരന്മാരും കൂടി കൂടിയിട്ട് അതിനും മാഷ കൂടെ തന്നെയാണ് പോയത്. പുറമെ ഒരാളുമായിട്ട് ഞാൻ അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടില്ല. പിന്നെ കണ്ണൂർ സലീം ഖാനായിട്ട് കല്യാണത്തിന് ശേഷം ഖത്തറിലെ ഒരു പ്രോഗ്രാം സജില സലീമും സലീജും ഞാനും കൂടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഖത്തർ ബഹ്റൈനാണ്. പിന്നെ ഇങ്ങനെ പ്രോഗ്രാമുകൾ കുറഞ്ഞു വന്നു, കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നു. പിന്നെ പാട്ടുകൾ പതിയെ പതിയെ കുറഞ്ഞു. പിന്നെ രണ്ടാമത് വീണ്ടും വരുന്ന എനിക്ക് തോന്നുന്നത് കൈരളി ടിവിയിലെ പട്ടുറുമാലിലേക്കാണ്. അപ്പൊ അത് നിങ്ങൾ കുറെ പേരുണ്ടായിരുന്നല്ലോ. അന്ന് പ്രൊഫഷണൽ ഗായകരെ മാത്രം വെച്ചിട്ടാണ് അന്നത്തെ പട്ടുറുമാല ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതോടുകൂടി പുതിയൊരു എൻട്രി ആയിട്ട് മാറി. അതിനുശേഷം പിന്നെ പാട്ടുകൾ കിട്ടാൻ തുടങ്ങിയോ? എന്നിട്ട് പിന്നെയും കുറെ പ്രോഗ്രാംസ് ഒക്കെ വന്നു. പ്രോഗ്രാംസ് വന്നെങ്കിലും ഞാനിവിടെ ചാവക്കാട് ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഹസ്ബൻഡ് പറയും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറയും. പക്ഷെ സാഹചര്യങ്ങള് ചിലപ്പോഴൊന്നും ഒത്തു വന്നില്ല എന്ന് വരും നമ്മളുടെ കൂടെ വരാന്. എനിക്ക് പ്രോഗ്രാമിന് പോണം. ഇപ്പൊ പട്ടുറുമാലിന് തന്നെ ഞാൻ പോകുമ്പോ എന്റെ ഉമ്മാനെ വിളിച്ച് കുട്ടികളെ അടുത്ത് നിർത്തും. എന്നിട്ട് ആരെങ്കിലും ഒരാളെ കൂട്ടിയിട്ട് വേണം ഞാൻ പോകാന്. ഇല്ലെങ്കിൽ പിന്നെ മാഷ അടുത്തേക്ക് പോകും. പട്ടുറുമാലുള്ള സമയത്ത് മാഷ വീട്ടിലേക്ക് ചെന്ന ധൈര്യമാണ്. മാഷ ഉള്ളപ്പോ മാഷ അടുത്തേക്ക് ചെന്നിട്ട് മാഷ് ഞാനും കൂടിയിട്ട് ഒന്നിച്ച് സ്റ്റുഡിയോയിലേക്ക് ചെന്നിറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. ആരുടെയൊക്കെ പാട്ടുകളാണ് പാടിയിട്ടുള്ളത്? പീട്ടിക്കാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ പ്രേം സൂറത്ത്, OM മാഷ്, ബക്കർ മാഷ്. അവരുടെയൊക്കെ പാട്ടുകൾ ഓർമ്മ ഉള്ളതൊന്ന്? ബക്കർ മാഷ നല്ലൊരു പാട്ടാണ്. കാക്കാശിന് ഗതിയില്ലാത്തോൻ കോടീശ്വരനായി ഭവിക്കും, പൊടികുത്തിയ ധനവാനൊരു നാൾ ഗതികെട്ട് തെണ്ടി നടക്കും. കാരണമറിയാതെ നമ്മൾ കാണുന്നവർ അന്താളിക്കും, കാത്തരുളും റബ്ബിവയെല്ലാം കുഞ്ഞെന്നൊരു വാക്കിനൊതുക്കും. അത് ബക്കർ മാഷ പാട്ടാണ്. പിന്നെ OM മാഷ പാട്ടാണ്. ആലം അരുവാഹൊക്കെ തീർത്തു ഭരിച്ചു നയിച്ചിടും രക്ഷകൻ മലിക്കുൽ ജബ്ബാറായവൻ അല്ലാഹു എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് OM മാഷത് ഓർമ്മയുണ്ട്. പീട്ടിയുടെ പാട്ട് അഗമിയങ്ങളാകെയും അറിയുവോനേ, അകമുണർന്നിരുന്നിടാം ഞാൻ തമ്പുരാനെ, നമസ്കാര വിരിപ്പിൽ. അതും പീട്ടിയുടേതാണ്. OM മാഷൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോണ്ടായിരുന്ന അനുഭവം എന്താണ്? OM മാഷൊക്കെ അന്നേരം സ്ഥിരം നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒരു പാട്ട് ഇപ്പൊ ഒരു കാസറ്റ് ഇറക്കാൻ പോകാന്ന് പറഞ്ഞാലും OM മാഷ് വരും, ബക്കർ മാഷ് വരും. ഇവരൊക്കെ മാഷിക്ക് പിന്നെ അറിയാം ഈ പാട്ട് ഇന്ന ആൾക്ക്, OM മാഷിന്റെ ഈ പാട്ട് നിസാമോള് പാടിയാൽ നന്നാവും, അതിന്റെ പൂർണ്ണതയിലെത്തും. അല്ലെങ്കിൽ ഈ പാട്ട് നീ പാടിക്കോ എന്ന് പറഞ്ഞ് മറ്റുള്ള ആർട്ടിസ്റ്റുകളെ ഏൽപ്പിക്കാനും പാടിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അപ്പോ OM മാഷെ കൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ആദ്യം എഴുതിച്ച പാട്ട് ഇതാണ്, ആലം അർവാഹ്. അതേപോലെ തന്നെ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്, അന്നത്തെ ലെജൻഡുകളായിട്ടുള്ള ഇപ്പൊ OM മാഷി, PT, ബക്കർ പന്നൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മാപ്പിളപ്പാട്ടിനെ നെഞ്ചേറ്റി അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിന് ലെജൻഡ് ആളുകളാണ്. പിന്നീട് നമുക്കറിയാം ഒരു 2000 ആയപ്പോഴേക്കാണ് ഈ ആൽബം സോങ്ങുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ വരുന്ന പാട്ടുകളുടെ വരികളെ കുറിച്ചൊക്കെ നമ്മൾക്കറിയാവുന്നതാണ്. ഞാൻ താരതമ്യത്തിന് വേണ്ടി പറയുന്നതല്ല. എന്നാൽ ഇത്തരം ആളുകളുടെ കൂടെ പാടുമ്പോൾ കിട്ടുന്ന ആ പദസമ്പത്തുകളും അതിൽ വരുന്ന വരികളൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ പാട്ടുകളെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ പണ്ടത്തെ പാട്ടുകള് ഇപ്പൊ നമ്മൾ കേട്ടാള് നമ്മളുടെ മനസ്സിൽ ഇപ്പൊ ഞാനൊരു പാടിയൊരു പാട്ടാണ് മാനിമ്പ പൂവേ എന്ന് തുടങ്ങുന്ന പാട്ട്. മാഷ് ഞങ്ങളൊരു യാത്രയിൽ ഇങ്ങനെ സുൽത്താൻ ബത്തേരിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോ മറ്റൊരു പാട്ട് ചാന്തുഭാഷ സംഗീതം ചെയ്തിട്ട് ആ പാട്ടിന്റെ ട്യൂണിലാണ് ഈ പാട്ട് എഴുതുന്നത്. നിസാമോൾക്ക് ഇത് പാടാം എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് ഞാൻ സ്റ്റേജിൽ പാടിയപ്പോ ഭയങ്കരമായിട്ട് ആൾക്കാരുടെ നല്ല പ്രോത്സാഹനവും കൈയടിയൊക്കെ കിട്ടി. അപ്പൊ ഇതിന് വിയൻകുട്ടി മാഷ് എന്നെ വീണ്ടും മറുപടി എഴുതിയ പാട്ടൊക്കെ നമ്മളെ ഇന്നും അത് ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യര് പിന്നെ മറക്കില്ല. ആ രണ്ട് പാട്ടൊന്ന് പാടാം. ഇപ്പൊ ഞാൻ പാടുന്ന പാട്ട്, മാനിമ്പൂവേ നീ എന്റെ കൽബ് കൊതിപ്പിച്ച് മാരൻ ഞാനാകുമെന്നോതി എന്നെ നുണപ്പിച്ച് മാനക്കേടൊന്നും വരാതെ കാത്ത് ഞാൻ സൂക്ഷിച്ച്
മഹബൂബരന്ന് പറഞ്ഞതാകയും തെറ്റിച്ച്. ഇതാണ് എന്റെ പാട്ടിന്റെ ഫസ്റ്റ് വരി. അപ്പൊ അതിനൊരു മറുപടി എന്നോണം VT മുരളിയേട്ടനാണ് അത് റെക്കോർഡ് ചെയ്തത്. പക്ഷെ സ്റ്റേജിൽ എല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പാടുകയായിരുന്നു. പ്രകാശേട്ടനൊക്കെ പാടുമായിരുന്നു, മണ്ണൂർ പ്രകാശേട്ടനൊക്കെ. കാലമേറെ കൽബുരുകി കാത്തിരിക്കുന്നോളേ, കണ്ണുനീരിൽ ജീവിതം കുടിച്ചു തീർക്കുന്നോളേ, എൻ കിനാവിലപ്സരസായി നൃത്തമാടുന്നോളേ, മാനസ പൂങ്കാവനത്തിൽ വന്നു നിൽക്കുന്നോളേ. ഇതും മാഷ് തന്നെ എഴുതാണ്. അനിസമോളെ കൂടെ അന്ന് പാടാ, ഇപ്പൊ നേരത്തെ സാജിദനൊക്കെ പറഞ്ഞു മെയിൽ സിംഗേഴ്സ് ഒക്കെ ഒരുപാട് ആളുകൾ കൂടെ പാടിയിട്ടുണ്ടാവും. അവരൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങൾ ആരൊക്കെയാണ് പ്രധാനമായിട്ടും കൂടെ പാടാറുണ്ടായിരുന്ന? ആരായിരുന്നു പ്രധാനമായിട്ടും പാടിയിരുന്നത്? വസന്തകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗായകൻ ഉണ്ടായിരുന്നു, തലശ്ശേരി ഭാഗത്താണ്. പിന്നെ മണ്ണൂർ പ്രകാശേട്ടൻ, പിന്നെ പ്രഭാകരേട്ടൻ, ഇവരൊക്കെയാണ്. ഉസ്മാനിക്കായൊക്കെ ഇപ്പൊ ലാസ്റ്റ് സമയത്ത് വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മാഷക്ക് തീരെ വയ്യാതാവുന്ന വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ കുറെ സ്റ്റേജുകളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഉസ്മാനിക്കായായിരുന്നു, പ്രകാശേട്ടനും ഉസ്മാനിക്കായിരുന്നു അന്നേരമൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് പാടുമ്പോ കൂടുതലും പിന്നെ കൂടുതലും സ്റ്റേജില് കൃഷ്ണേട്ടൻ ഉണ്ടാവും. കൃഷ്ണേട്ടന്റെ പാട്ടുകള് ഉടനെ കഴുത്ത്, അതൊക്കെ ഞങ്ങള് ഡ്യൂറ്റ് ആയിട്ട് പാടുന്ന സ്റ്റേജുകളിൽ സ്ഥിരമായിട്ട് പാടിയിരുന്ന പാട്ട്. റെക്കോർഡിംഗിൽ ആരാണ് പ്രധാനമായിട്ട്? മാർക്കോസിന്റെ കൂടെ പാടിയിട്ടുണ്ട്. പിന്നെ ഫിലിം സ്റ്റാർ ഓർക്കുന്നുണ്ടോ? സിദ്ദിഖയുടെ കൂടെ ഒരു അറബി പാട്ടാണ്. ആരുടെ കാസറ്റ് ആയിരുന്നു? അത് ഞങ്ങളെ കാസറ്റ് തന്നെയായിരുന്നു, മാഷ് ഇറക്കിയതാണ്. അപ്പൊ ആ കാലത്ത് എത്ര കാസറ്റുകൾ ഏകദേശം പാടിയിട്ടുണ്ടോ? കാസറ്റുകൾ ഒന്നും ശേഖരിച്ച് വെക്കാനും സാധിച്ചില്ല. ഇതിന്റെ ശേഖരണമൊന്നും ഇപ്പൊ കയ്യിലില്ല. ഇല്ല. ഇപ്പൊ ഈ വാട്സപ്പ് കൂട്ടായ്മയില് ഞാൻ മിക്ക ഇതിലും ചെല്ലുമ്പോ ഓരോ വാട്സപ്പ് കൂട്ടായ്മയിലും മൂവാറ്റുപുഴ നിസാമോളാണോ, എന്നാ നിസാമോള് പണ്ട് പാടിയ ഈ പാട്ട് ഞങ്ങളെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് വാട്സപ്പിൽ കൂടി വിട്ടിട്ടാണ് കിട്ടിയിട്ടുള്ളൂ. അന്ന് പാടിയിട്ടുള്ള പാട്ടുകളില് കാസറ്റിൽ നിസമോളെ ഫോട്ടോ എല്ലാം ഉണ്ടാവുക. അപ്പൊ ആ കാസറ്റുകളുടെ ഒരു ശേഖരം പോലും ആരുടെ കയ്യിലും ഇല്ല. മാഷ കയ്യിലും ഇല്ല. മാഷ കയ്യിൽ ഉണ്ടായിരുന്നു, കുറെ ഞങ്ങളുടെ കാസറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ മാഷ ഒരു ലൈബ്രറി പോലെ ഒരു റൂമുണ്ട്, അവിടെ എങ്ങനെ വെക്കും. അത് ഓരോരുത്തരും വരുമ്പോ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട കാസറ്റുകൾ എടുത്തു പോയിട്ട് തീരെ കളക്ഷൻ ഇല്ലാതെ ലാസ്റ്റിലേക്ക്. സ്വന്തമായ പാടിയ പാട്ടുകൾ എത്ര ഉണ്ട് എന്നറിയാവോ? എത്ര ഉണ്ടെന്നും കൃത്യമായിട്ടൊരു കണക്ക് നമ്മളൊരു ആർക്കൈവ്സിന്റെ ഒരു സംവിധാനം അന്നത്തെ കാലത്ത് ഇല്ല എന്നുള്ളതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. പിന്നീട് അങ്ങനെ 96 കഴിഞ്ഞ് 2000 വന്നപ്പോഴേക്ക് നമ്മുടെ പുതിയൊരു ട്രെൻഡ് വന്നു. പുതിയ ആളുകള് പിന്നെ ആൽബം സോങ്ങിലേക്ക് പോയി. നിസമോള് വിവാഹ ജീവിതം കഴിഞ്ഞു, കുട്ടികളായി ആ രംഗത്തേക്ക് വന്നു. അതിനിടയ്ക്ക് പട്ടുറുമാലിൽ വന്ന് കുറച്ച് പാടി. വീണ്ടും ഇപ്പോഴും കുടുംബജീവിതം തന്നെയാണ്. ഞങ്ങളുടെ പരിസരത്തൊക്കെ പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്യാറുണ്ട്. എന്റെ ബാനറിൽ തന്നെ കല്യാണ പ്രോഗ്രാംസുകൾ ചെയ്യാറുണ്ട്. ഇപ്പൊ എന്താ നിസമോൾ മൂവാറ്റുപുഴയാണോ? അല്ല, നിസാ കരീം ചാവക്കാട് എന്ന് പറയും. അപ്പൊ നിസാ കരീം ചാവക്കാട് എന്ന് കേട്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം നിസമോൾ മൂവാറ്റുപുഴയാണ് എന്നുള്ളത്. ഇപ്പോഴും ആ ഗ്രൂപ്പ് കൊണ്ട് നടക്കുന്നുണ്ട്. പ്രോഗ്രാംസ് വന്നാലും ഞങ്ങൾ ചെയ്യാറുണ്ട്. മക്കള് എങ്ങനെയാണ് പാട്ട് രംഗത്തേക്കുണ്ടോ? മക്കള് പാടും, പക്ഷെ ആരും പ്രൊഫഷണലായിട്ട് അങ്ങനെ പാടുന്നില്ല. ഞാൻ നിസമോളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് തുടക്കത്തിൽ പറഞ്ഞത് വാപ്പയെ കുറിച്ചാണ്, യൂസുഫ് PB. പക്ഷെ നിസമോള് വാപ്പയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇത്രയും ആഗ്രഹിച്ച ഒരു വ്യക്തി. എന്താണ് വാപ്പയെ കുറിച്ചുള്ള ഓർമ്മകൾ പറയാനുള്ളത്, പ്രത്യേകിച്ചും സംഗീത ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്? പാട്ടുകൾ എന്ന് പറയുന്ന സ്കൂൾ തലത്തില് മാപ്പിള പാട്ടുകൾ എപ്പോ മത്സരം ഉണ്ടെങ്കിലും വാപ്പയാണ് എനിക്ക് പാട്ടുകൾ സെലക്ട് ചെയ്ത് തരിക. മാഷയും ഫസീൽത്താടെയൊക്കെ ബുക്കുകൾ വാങ്ങി കൊണ്ടുവന്നിട്ട് ഓരോ മത്സരത്തിനും ഓരോ പാട്ടുകൾ എനിക്ക് സെലക്ട് ചെയ്ത് തരാറുണ്ട്. അതായത് അന്ന് സ്കൂൾ ജീവിതത്തില് മാഷ ട്രൂപ്പിലൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ മാഷ പുസ്തകങ്ങള് മാപ്പിളപ്പാട്ടുകൾ എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ പാടാറുണ്ട്. അന്നൊന്നും ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകളല്ല ഞാൻ പാടിയിരുന്നത്. ഇവര് കാസറ്റിൽ വരുന്ന പാട്ടുകൾ ബുക്കുകളിൽ വന്നത് ഞാൻ പാടിയിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ യുവജനോത്സവം എത്തി. പക്ഷെ പാട്ടുകൾ സെലക്ട് ചെയ്യാൻ നോക്കുമ്പോ വാപ്പാക്ക് തീരെ വയ്യ. അപ്പോ വാപ്പാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഇന്നത്തെ ജില്ലാ കളക്ടർ, കോഴിക്കോട് ജില്ലാ കളക്ടർ സലീം കാടെ വീടാണ്. അവരുടെ ഒരു കടയാണ് അവിടെ.
അവരുടെ ഉപ്പ ചെയ്തിരുന്ന കടയാണ്. അപ്പൊ ആ കടയില് പാട്ടുകള് ഇങ്ങനെ പ്ലേ ചെയ്തിരുന്നു. അതില് ഒരു പാട്ട് എനിക്ക് കേട്ടപ്പോ ഭയങ്കര ഒരു ടച്ച് തോന്നി. അങ്ങനെ ആ പാട്ട് ഞാൻ എഴുതിയെടുത്ത് പാടി. എനിക്ക് പാടി മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. കാരണം ആ പാട്ടിന്റെ വരികള് അല്ലാഹുവേ നീയല്ലാതില്ല അല്ലലൊഴിച്ച് കരകേറ്റിടല്ല ബാപ്പ മരിച്ചു അനാഥയായി ഇന്നും ഞാൻ കണ്ണീർ കയത്തിലായി. ഇതിങ്ങനെ പാടുമ്പോ എനിക്ക് എന്തോ ഒരു ഫീല് വന്ന് വാപ്പ മരിച്ചു എന്ന് പറഞ്ഞ് പാടുമ്പോ എനിക്ക് പ്രത്യേക ഒരു ഇത് വന്ന് ഞാൻ പാട്ട് നിർത്തി ഇറങ്ങി പോന്നു. വാപ്പ പെട്ടെന്ന് ആസ്പത്രിയിൽ നിന്ന് ഉമ്മ അങ്ങോട്ട് ചെല്ലുമ്പോ ചോദിച്ചു മോള് മത്സരിച്ച് ഫസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചപ്പോ എന്തോ അവൾക്ക് പാടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ വാപ്പ മരിച്ചിട്ട് മയ്യത്താ വീട്ടിലേക്ക് വന്നു. എനിക്ക് എന്തോ ആ പാട്ട് പാടുമ്പോ ഒരു പ്രത്യേക ഒരു ശരീരത്ത് എന്തോ ഒരു എർത്തടിച്ച പോലത്തെ ഒരു ഫീൽ എനിക്ക്. കാരണം ആ പാട്ടിൽ കംപ്ലീറ്റ് എത്തീമായതും നമ്മളുടെ കഷ്ടപ്പാടുകളും ഒക്കെയാണ് ആ പാട്ടില്. പക്ഷെ ഇതൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷെ അത് അറം പറ്റിയതുപോലെ എന്റെ നാട്ടുകാർക്ക് ഇന്നും ഞാനൊരു ഗാനമേളയിൽ പാടുന്നുണ്ടെങ്കിൽ അവർ ഇന്നും പറയും നിസാമോളെ അള്ളാഹുവേ എന്ന് പറയുന്ന ആ പാട്ടൊന്ന് പാട്. എന്റെ കല്യാണത്തിന് തലേ ദിവസം ഗാനമേള ഉണ്ട്. അന്ന് പാടുമ്പോഴും ആളുകൾ എന്നോട് പറഞ്ഞു അള്ളാഹുവേ എന്ന് പാട്. പക്ഷെ ആരും പറഞ്ഞു ആ പാട്ട് പാടണ്ട. കാരണം അത്രയും ഒരു ട്രാജഡി ആയിരുന്നു എന്റെ ജീവിതത്തിൽ ആ പാട്ട്. എങ്ങനെയായിരുന്നു നാട്ടുകാരുടെ അയൽവാസികളുടെ ഒക്കെ സപ്പോർട്ട്? നല്ല സപ്പോർട്ടായിരുന്നു. കാരണം ഞാൻ ഒരു സാധാരണ ഒരു പാവപ്പെട്ട വീട്ടിലത്തെ എന്ന് തന്നെ പറയാം. കാരണം ഞങ്ങള് വാപ്പ മരിക്കുന്ന സമയത്ത് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നീട് വാപ്പ മരിച്ചു. മൂത്ത ആങ്ങളെ മാത്രം കല്യാണം കഴിച്ചിട്ടുള്ളൂ. 20 വയസ്സ് 21 വയസ്സ് എന്ന് വാപ്പാക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പെട്ടെന്നൊരു കല്യാണം നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള എന്റെ മൂത്ത ആങ്ങളമാരെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികള്, ഉമ്മാക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ കുടുംബം ഒരുമിപ്പിച്ചിട്ട് അവരൊരു വീട് എടുത്തു തരികയും അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടും ജീവിതം ഇങ്ങനെ ഞെരുങ്ങി മുന്നോട്ട് പോണ സമയത്താണ് നിസാമോളെ വിയൻകുട്ടിയുടെ ഗ്രൂപ്പിലേക്ക് എടുത്തു എന്ന്. പക്ഷെ അത് നാട്ടുകാർ നന്നായി ആഘോഷിച്ചു. മാഷ കൂടെ ചെന്നതിന് ശേഷം ഫസ്റ്റ് പ്രോഗ്രാം ഞങ്ങളെ നാട്ടില് ഞാൻ പഠിച്ച സ്കൂളില് ഞങ്ങളെ നാട്ടുകാർ എന്നെ സംഘടിപ്പിച്ച് നടത്തുകയും മാഷക്കും എനിക്കൊക്കെ ഭയങ്കര സ്വീകരണമൊക്കെ അന്നത്തെ കാലത്ത് തന്നിരുന്നു. അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. ഞങ്ങളുടെ നാട്ടുകാർ ഇന്നും സപ്പോർട്ടാണ്. നിസമോള് വേദികളിൽ നിന്ന് വേദികളിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു അത്. ഒരുപക്ഷെ വിയൻകുട്ടി മാഷയുടെ ദാറുസലാമിൽ നിന്ന് തുടങ്ങി അങ്ങ് ഗൾഫ് രാജ്യങ്ങള്, മംഗല, ബോംബെ, ഡൽഹി, ലക്ഷദ്വീപ് പോലുള്ള പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവും. ഗൾഫ് അനുഭവങ്ങൾ ഒന്ന് പറയാം. ആദ്യമായി പോകുന്നത് അബുദാബിയിലേക്കാണ്. പിന്നെ അവിടുന്ന് ദുബായ്, അത് കഴിഞ്ഞൊരു 10 ദിവസത്തിന് നാട്ടിലേക്ക് വന്നു. വീണ്ടും ഈ പ്രോഗ്രാം കണ്ടിട്ട് മസ്കറ്റിലേക്ക് ആളുകൾ നമ്മളെ ക്ഷണിക്കുകയും പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും മസ്കറ്റിലേക്ക് പോകും. 3 മാസം അവിടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ ബഹ്റൈനിലേക്ക്, അങ്ങനെ തുടർച്ചയായിട്ട് പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ നമ്മളെ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു വ്യാഴാഴ്ചയായിരിക്കും പ്രോഗ്രാം. അപ്പോൾ ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ ടിക്കറ്റ് കിട്ടാതെ മടങ്ങിയിട്ട് അടുത്ത ആഴ്ച കൂടി മാഷ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ കൂടുതലും പാകിസ്ഥാനികൾ നമ്മളെ പ്രോഗ്രാമിന് കയറാറുണ്ട്. അപ്പോൾ മാഷ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഓഡിയൻസിനെയും എങ്ങനെ കയ്യിലെടുക്കാം എന്നുള്ള രീതിയിൽ പാകിസ്ഥാനി കാസറ്റ് വാങ്ങിച്ചിട്ട് അതിൽ നിന്നും പാട്ടുകൾ പഠിപ്പിക്കും. ആ കാസറ്റ് കേട്ടിട്ട് അർത്ഥമൊന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ ആ പാകിസ്ഥാനി ഗാനങ്ങൾ പഠിച്ചിട്ട് അത് പാടുകയും കണ്ടമാനം നോട്ട് മാലകൾ, ദിർഹംസ് ഇങ്ങനെ മാലയാക്കിയിട്ട് ഇവർ കൊണ്ടുവന്ന് നമ്മളെ കഴുത്തിൽ ഇങ്ങനെ ഇട്ട് തരുന്നതൊക്കെ ഒരു പ്രത്യേക ഒരു, ഇപ്പോഴൊന്നും അങ്ങനത്തെ ഒരു സ്റ്റേജൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാല്. അന്നേരമൊക്കെ കണ്ടമാനം ഇങ്ങനെ ദിർഹംസ് നമ്മളെ കഴുത്തിൽ കൊണ്ടുവന്ന് ഒരു പാർട്ടി ആ പാട്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ടാല് അടുത്ത പാർട്ടി മറ്റു പാട്ട് ഇഷ്ടപ്പെടുമ്പോ അങ്ങനെ കൊണ്ടുവന്നിടുന്ന, അതൊക്കെ ഒരു പ്രത്യേക മറക്കാൻ പറ്റാത്ത അനുഭവം. ലക്ഷദ്വീപ് അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ലക്ഷദ്വീപ് പ്രോഗ്രാം അന്നത്തെ സ്പീക്കർ PM സെയ്ദ് അവരുടെ എന്തോ ഒരു പാർട്ടി സംബന്ധമായിട്ടുള്ള ആ ഒരു ഇതിൽ കിട്ടിയ പ്രോഗ്രാമാണ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കാസറ്റും ഇറക്കിയിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭാഷയില് പാട്ടുകള്, അത് ഒരു 2-3 പാട്ട് UCK തങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. UCK തങ്ങളൊക്കെയാണ് പാട്ടുകളൊക്കെ എഴുതിയിട്ട് കൊണ്ടുവരിക, അതിവിടെ ട്യൂൺ ചെയ്യുക. പോകുന്നതിന് മുന്നേ തന്നെ ഇതിനുള്ള അണിയറ പ്രവർത്തനം ഇങ്ങനെ തുടങ്ങും ഈ പാട്ടുകളൊക്കെ. അതിന്റെ ഇടയിൽ കാസറ്റ് ചെയ്തു. കാസറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോകുന്ന ആ ഷിപ്പിൽ തന്നെ PM സെയ്ദ് ഉണ്ടായിരുന്നു. അപ്പോൾ PM സെയ്ദ് ഉണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ സാധാരണ പാസഞ്ചേഴ്സ് പോകുന്നതും PM സെയ്ദ് അവിടെ ഉണ്ടെന്ന് അറിയാൻ കാരണം PM സെയ്ദിനെ കുറിച്ചിട്ട് ഒരു ഗാനം, അദ്ദേഹത്തിന്റെ അനാഥത്വവും അദ്ദേഹത്തിന്റെ ജീവിതവും ഒക്കെ ആയിട്ട് ഒരു പാട്ട് പാടിയിരുന്നു. അത് കേട്ടിട്ട്
എനിക്ക് ഈ കുട്ടീനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വിളിപ്പിക്കുകയും കാണുകയും അദ്ദേഹം പ്രത്യേകം അഭിനന്ദനം പറയുകയും ഒരുപാട് ഇഷ്ടമായി ഈ പാട്ട്, ഒരുപാട് മനസ്സിനെ സ്പർശിച്ചു എനിക്ക് ആ പാട്ട് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തത് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഓരോ സ്ഥലത്തെത്തുമ്പോഴും കാണാൻ വരുന്ന കാണികൾ അല്ലെങ്കിൽ പ്രേക്ഷകർ, ശ്രോതാക്കൾ, അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിലായിരുന്നില്ലേ? ഗൾഫ് പ്രവാസികള് അവരുടെ സ്നേഹം മറക്കാൻ പറ്റുന്നതല്ല. കാരണം അവര് ഞങ്ങൾ ചെന്ന് പോരുന്നത് വരെയും ഒരുപാട് പേരുണ്ട് നമ്മളെ കാണുകയും ഒരുപാട് പ്രസന്റുകൾ സമ്മാനിക്കുകയും അവരുടെ സ്നേഹം അവരങ്ങനെയാണ് പ്രകടിപ്പിക്കുക. നമുക്ക് എന്താണോ ആവശ്യം അതെല്ലാം അവര് നമുക്ക് തന്നിരിക്കും. ഏറ്റവും കൂടുതൽ പാടിയിട്ടുണ്ടാവുന്ന മൈതാനം ഒരുപക്ഷെ മാനാഞ്ചിറയായിരിക്കും. മാനാഞ്ചിറയാണ് തീർച്ചയായിട്ടും. കോഴിക്കോടിന്റെ ഓഡിയൻസിനെ നമുക്ക് മറക്കാൻ പറ്റും. കാരണം അതിപ്പോഴും അവർക്ക് ആ ഒരു മാപ്പിളപ്പാട്ടിനോടുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ട്. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പഴയ ആ 90-ല് ഈ നിസാമോൾ മൂവാറ്റുപുഴ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പൊ നിസാ കരീം അല്ലെങ്കിൽ നിസാമോൾ എന്ന് കണ്ടിട്ടല്ല, ഞാൻ ചിലപ്പോ ഏതെങ്കിലും എന്റെ ഒരു കുത്തുബ് ശുഹദാക്കളോ ഏതെങ്കിലും ഒരു പാട്ട് ഒരു ഗ്രൂപ്പില് ചർച്ച നടക്കും അതിനെക്കുറിച്ച്, ഇത് നിസാമോളാണ് പാടിയത്. അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു, പാനൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്, പക്ഷെ എനിക്ക് ആ വ്യക്തി എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അയാൾ ഭയങ്കര സന്തോഷത്തില് നിസാമോൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾ വെച്ചിരുന്നു, നിസാമോൾക്കും മാഷിക്കും ചോറ് വിളമ്പി തന്നത് ഞങ്ങളാണ്, ഞാനുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ അത്രയും അടുപ്പാണ്. അപ്പൊ ഇനി നമുക്ക് അന്ന് എന്താണ് 90-കളിൽ തുടങ്ങിയ ഒരു സംഗീത യാത്ര എന്ന് പറയാം. ഇപ്പൊ എത്തിയിരിക്കുന്നത് കുടുംബജീവിതം, ഒപ്പം തന്നെ ചെറിയ രീതിയിൽ സംഗീതം കുടുംബത്തെ കൂടി പരിചയപ്പെടാം. ഇതിലെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് 1990-കളിൽ മാപ്പിളപ്പാട്ടിനെ, പ്രത്യേകിച്ചും വിയൻകുട്ടിയുടെ ട്രൂപ്പിനെ സ്നേഹിച്ചിരുന്ന ആ കാസറ്റ് യുഗത്തിൽ മാപ്പിളപ്പാട്ട് രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു സാന്നിധ്യമായിരുന്നു നമ്മുടെ നിസാമോൾ മൂവാറ്റുപുഴ എന്നുള്ളത്. അവരുമായിട്ടാണ് ഇത്രയും നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഞാനുള്ളത് നിസാമോളുടെ വീട്ടിൽ ചാവക്കാടാണുള്ളത്. അവരുടെ ഭർത്താവിനെയും മക്കളെയും ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ഇതെന്റെ ഹസ്ബൻഡ് അബ്ദുൽ കരീം, ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോ ഒരു മാസമായി ലീവിന് വന്നിട്ട്. ഇത് എന്റെ രണ്ടാമത്തെ മകളാണ്. മൂത്ത മകള് അഫ്സാന, കല്യാണം കഴിഞ്ഞു, ഇവിടെ ഇല്ല, ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. മോള് +1 പഠിക്കുകയാണ്. തീരമേ തീരമേ നീരുമല കടലാഴമേ ദൂരമേ ഹൃദയദ്വീപിലുദിച്ച ശോണരൂപനിൻ സൂര്യനീ തീക്ഷ്ണമായി പുൽക കിരണകരങ്ങളാൽ ഇവളിനീ ആകാശമേ. അത് എന്റെ മകൻ ബാദുഷാ കരീം, നാഷണൽ ഹുദ സെൻട്രൽ സ്കൂളില് 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ എന്നെ പരിചയപ്പെടുത്താനായി എന്റെ വീട്ടിൽ ചാവക്കാട് വന്ന് എന്റെ ഈ ഇന്റർവ്യൂ നടത്തിയ മാവൂർ മീഡിയയിലെ അണിയറ പ്രവർത്തകർക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ദുനിയാവിലുള്ളൊരു ബസേ നരകം ജയിലാണ് നഫ്സേ, കാണും ഖിലാഫത്തോരെ കണ്ണൂര് കാമം വെത്തും, കണ്ണൂരിലെ ജയിലുകളൊക്കെ തെളിച്ച് കെണിച്ച് വളച്ചു നിറച്ചും, കോയമ്പത്തൂർ കനമാറ്റം വാർഡന്മാരെ നീരത്തും, കുറ്റമില്ല